ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഫ്രണ്ട് നജീബ് കാന്തപുരം MLA പണ്ട് ക്രിയ എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങിയപ്പം അതിലൂടെ ഒരു ലക്ഷ്യം വെച്ചിരുന്നു. ഈ മലബാർ മേഖലയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് UPSC എന്നല്ല പറയാം, അല്ല IAS എക്സാം കിട്ടണമെന്ന്. അപ്പോൾ ഇന്നലെ ലിസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. 3ഓളം പേർക്ക് ആ ഒരു അക്കാഡമിയിൽ നിന്ന് തന്നെ കിട്ടി. ഒരുപക്ഷെ നമ്മൾ കുറേ അതിന് മുമ്പ് തന്നെ ഒരുപാട് പേർക്ക് പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിലും കിട്ടി. പലപ്പോഴും ഇങ്ങനെ അവരൊക്കെ ഇത്ര പരിഷ്കാരങ്ങളൊക്കെ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ പറയും ഒരു IASൻ്റെ ട്യൂഷൻ സെൻറ്റർ പണിയാണോ വലിയൊരു വിജയം എന്നുള്ളത്. അതിൽ ഈ 3 IASകാരെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിജയം തന്നെയാണ്. അതിലേറെ കിട്ടിയിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് അറിയാമോ? ഞങ്ങളൊക്കെ ബാച്ചിൽ പഠിച്ചപ്പം ഞങ്ങളൊരു സുഹൃത്തുണ്ട് PC ജാഫർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓന് ഞങ്ങളെ ബാച്ചിൽ നിന്ന് IAS കിട്ടിയതാണ്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞമ്മക്കൊന്നല്ല സ്കൂൾ വില തരിക. ഈ ജാഫർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വെയിറ്റാണ്. ഇന്ന് ഞങ്ങൾ MJ സ്കൂളിലെ ഏറ്റവും വാല്യുള്ള സ്റ്റുഡൻ്റായി കാണുന്നത് ജാഫറിനെയാണ്. അപ്പോൾ അതുപോലൊരു 3 ആൾക്കാരെ ഒറ്റ ഇതിൽ കിട്ടിയെന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണ്. ഇതുപോലുള്ള മാറ്റങ്ങൾ തന്നെയാണ് വലിയ വലിയ പ്രോഗ്രഷൻ. അല്ലാണ്ട് എല്ലായിടത്തും കുറേ റോഡുകളും കുറേ വലിയ ബിൽഡിങ്ങുകളും കെട്ടുക എന്നുള്ളത് മാത്രമൊന്നുമല്ല. ഈ ബിൽഡിങ്ങുകളും റോഡുകളൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യരുടെ ഉന്നമനം തന്നെയാണ് ഏറ്റവും വലിയ വികസനം എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മളിങ്ങനെ പരിഹസിക്കാമെന്നല്ല, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പകർത്തിയിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത്തരം പരിഷ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ മാറ്റത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ചിന്തിക്കണം. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതും, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റീസിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് വലിയൊരു വിജയമാണ്. ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ സമുദായങ്ങളും സംസ്ഥാനങ്ങളും കേരള സ്റ്റോറികളൊക്കെ ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ ക്രിയാ പദ്ധതിക്കും IAS അക്കാഡമിക്കും ഞാൻ എൻ്റെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന അറിവുകളുടെ മഹാലോകം സൃഷ്ടിച്ച പ്രതിഭകളെ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.